കിടപ്പിലായി ഒളുബി വാർത്തു ഓലക്കൊണ്ടു തലക്കടിച്ച്. എന്തായാലും ഈ ഒരു സിനിമ മലയാള സിനിമയ്ക്ക് ഒരു മുതൽക്കൂട്ട് തന്നെയാണ്. ഈ കലാപനം പഠിച്ചേണ്ട എല്ലാവിധ ആശംസകളും നേരുന്നു. നമസ്കാരം. ഈ ബോൾ ഇരിക്കണല്ലേ, ബോൾ ഇരിക്കുമ്പോൾ തന്നെ അത് വലിയൊരു സിനിമ വരാൻ പോവാണ്ടോ. വലിയ സിനിമ എന്ന് തന്നെ പറയണം. കാരണം എന്ന് വെച്ചാൽ ഇത് കഴിഞ്ഞ ദിവസം പ്രിവ്യൂ ഷോ കണ്ടപ്പോൾ നല്ലൊരു സിനിമയായിട്ട് ഇതിൽ വന്ന ഓരോരുത്തരുടെ അഭിപ്രായം അതെന്നെ പറഞ്ഞു കൊടുത്തല്ല, മനസ്സിൽ നിന്ന് വന്നാണ്. നമസ്കാരം ചേട്ടാ. ഈ സിനിമയുടെ നായകനാണ് ഇരിക്കുന്നത്. പേര് പ്രേക്ഷകരോടൊന്ന് പറയാം. എന്റെ പേര് അഖിൽ പ്രഭാകരൻ. ആദ്യമായിട്ടല്ല, ഒരുപാട് സിനിമകളുടെ നായകനായിട്ട് വന്ന ആളാണ്. അതിലും അതായത് നമ്മുടെ സുഹൃത്ത് ബൈജിക്കുട്ടിന്റെ കൂടെ തന്നെ ഒരു ശക്തമായ വേഷം ചെയ്ത സിനിമ ഉണ്ടല്ലോ, അതിൽ ആ ഒരു അഭിനയവും കാര്യങ്ങളെല്ലാം ഗംഭീരം. അതുപോലെ തന്നെ നമ്മുടെ നായിക പേരെന്ന് പ്രേക്ഷകർ ആദ്യ മൂവിയാണോ? അപ്പൊ ഈ 3-ാം തീയതി എല്ലാവരും തിയേറ്ററിൽ വരുമെന്ന് വെച്ചാൽ ഒരു അത്ഭുതം തന്നെ കാണാം ആ സിനിമയിൽ. കാരണം വാഴ എന്ന സിനിമയിൽ വാഴ 2 വന്നപ്പോ ആരും അങ്ങനെ വലിയ മൈൻഡൊന്നും കൊടുത്തില്ല. അതിന്റെ പൂജയ്ക്കും കാര്യങ്ങളും ഞങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പേരേറെ ഞാൻ ആ ടീമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ വലിയ മൈൻഡ്. പക്ഷെ പടം വന്നു കഴിഞ്ഞപ്പോ വേറെ ലെവല് എന്ന് പറഞ്ഞാൽ ഇത് പൊക്കിപ്പറച്ചിലല്ല. ഈ സിനിമയിൽ ഒരുപാട് കാര്യങ്ങൾ സിനിമ തുറന്ന് കാണിക്കുന്നുണ്ട്. കാരണം ചില കാര്യങ്ങൾ തുറന്ന് കാണിച്ചു കഴിഞ്ഞാൽ അതിന്റെ പ്രശ്നമാണെന്ന് പറഞ്ഞാൽ ചില ഡയറക്ടേഴ്സും വെട്ടിക്കുറയ്ക്കാറ്. പക്ഷെ ഈ സിനിമയിൽ തുറന്നടിച്ച് കാണിച്ചിരിക്കുന്ന കുറേ കാര്യങ്ങൾ ഈ സിനിമയിലുണ്ട്. പിന്നെ ഇതിനകത്ത് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരും ആത്മാർത്ഥമായ ഒരു കുടുംബത്തെ പോലെ ദേവൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഒത്തൊരുമയോട് കൂടി ചെയ്താണ്. ഇതില് നമ്മുടെ ചങ്ക് ദേഹ്വനുണ്ടല്ലേ, പുള്ളിയാണ് ഇതിനകത്ത്. ഒന്ന് വരാമോ? ഒന്ന് കയറുവാ. മാറി നിൽക്കുവാണ്, ആരും പിടിച്ചിരുത്തുന്നുള്ള പരാതിയുണ്ട്. ഒന്ന് ചേർന്ന് ഇരിക്കൂ. ഇദ്ദേഹത്തിന്റെ അഭിനയിച്ചിട്ടുണ്ട്. അതിന് നിങ്ങൾ ഷൂട്ട് 10 തവണ കണ്ടാണ്. പക്ഷെ എങ്കിലും ഈ സിനിമ വീണ്ടും തിയേറ്ററിൽ കണ്ടപ്പോൾ കണ്ണു നിറഞ്ഞു. ജനുവിനായിട്ട് അല്ലേ? അപ്പൊ അതാണ് പെർഫോമൻസ് എന്ന് പറഞ്ഞത്. അപ്പൊ എന്തായാലും ഈ ഇരിക്കുന്ന എല്ലാ സുഹൃത്തുക്കളും ഇപ്പൊ നമ്മുടെ പെരേര സത്യം പറഞ്ഞ തിയേറ്ററിൽ ഇരുന്ന കാര്യമാണ്. അത് അഭിനയമല്ല. ചിലർ പറഞ്ഞു ചാനൽ കണ്ടന്റിന് വേണ്ടിയാണ് അദ്ദേഹം കരഞ്ഞെന്ന് പറഞ്ഞു. കണ്ണിലെ ഉള്ളി തേച്ച് ഉള്ളിയൊന്നും അവിടെ കിട്ടിയില്ല. പക്ഷെ അദ്ദേഹം ലൈവായിട്ട് കരയണ ഞാൻ കണ്ടോണ്ടിരിക്കുക. എന്താന്ന് വെച്ചാൽ ലാസ്റ്റ് സീനിൽ പൊട്ടിക്കരഞ്ഞു പോയുള്ള കാര്യം പറയാലോ. ശരിക്കും ഫീൽ ചെയ്തു പോയി. എന്താ പറഞ്ഞില്ല അവിടെ വെച്ച് പറഞ്ഞു. അപ്പൊ എന്തായാലും ഒരു മിമിക്രി കലാകാരൻ എന്ന രീതിയിൽ എനിക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു സിനിമയിൽ അഭിനയിക്കാൻ വലിയൊരു ആഗ്രഹമുള്ള ഒരാളാണ്. അപ്പൊ ഞങ്ങൾക്ക് ഈ സോഷ്യൽ മീഡിയയിലൊക്കെ എന്തെങ്കിലും കാണിച്ചു കൊടുക്കുന്ന സത്യം പറഞ്ഞ ഒരുപാട് അവസരങ്ങളൊക്കെ ചോദിച്ച് ഒരുപാട് പേരുടെ കാലും കൈയും പിടിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴാണ് ഒരു നിലനിൽപ്പ് പോലെ എന്തെങ്കിലും സിനിമയിൽ ചെറിയ വേഷങ്ങളൊക്കെ കിട്ടുന്നത്. അപ്പൊ നിങ്ങളെപ്പോലുള്ള ആളുകൾക്ക് ഒരു നായിക വേഷം, നായകൻ വേഷം, അതുപോലെ തന്നെ സഹനായിക വേഷം അങ്ങനെ പറഞ്ഞോട്ടെ. അപ്പൊ അത് കിട്ടിയ വലിയൊരു കാര്യം തന്നെയാണ്. അതിന് ആ ഒരു മനസ്സ് കാണിച്ചത് നിങ്ങൾ ഡയറക്ടറിന് ഒരു ബിഗ് സല്യൂട്ട് തന്നെ ജിനേഷ് സാറിന് നൽകുകയാണ്. നിങ്ങളെ തെരഞ്ഞെടുത്തതിൽ ഇതിൽ ഉള്ള എല്ലാവരും, അതായത് ഒരു കറിക്കൂട്ട് എന്ന് പറഞ്ഞ പോലെ എല്ലാത്തിനും രുചികളാണ് കൂടെ. അതായത് പ്രേക്ഷകരായിട്ട് 2 വാക്ക് പറയാ. ജൂലൈ സിനിമ കാണാൻ വരാനും സപ്പോർട്ട് ചെയ്യാൻ അപ്പൊ എന്തായാലും ഒരു ആഗ്രഹമുണ്ട്, പറഞ്ഞോട്ടെ. നമ്മുടെ കോഴിക്കോടൻ മണ്ണിൽ ജനിച്ച മാമുക്കോയ്ക്കാരുടെ ഒരു വോയിസ് ചെയ്യാൻ അനുകരിക്കുകയാണ് കേട്ടോ. കുഴപ്പമില്ലല്ലോ, ഇനി ചിരിച്ചാലും വീഴരുത്. തീർച്ചയായിട്ടും കോപ്പറേറ്റ് വരുന്നത്. അപ്പം മാമുക്കോയൊക്കെ ഒരു പാട്ടുണ്ട്, നമ്മുടെ മണിച്ചേട്ടൻ, നമ്മള് എന്ന് നമ്മുടെ നെഞ്ചിനുള്ളിലുള്ള മണിച്ചേട്ടൻ മാമുക്കോയ്ക്കയുടെ ഒരു പാട്ട് പാടിയിട്ടുണ്ട്. പൂളുമ്പ ചൊപ്പുള്ള മാങ്ങ. ആ പാട്ടൊന്ന് പാടുക കേട്ടോ. ശരി. തെക്കേലെ കാതലിക്ക കിടപ്പിലായി ഒളുബി വാർത്തു ഓലക്കൊണ്ടു തലക്കടിച്ച് ഒന്റെ തല വന്ന് ഭിത്തിമേല് പടച്ച് എന്നും 16 വയസ്സാണ് എന്ന ചിന്തയിലാണ്ടൊരു നടപ്പാണ്. വീട്ടിൽ കാസറ്റ് കാണൽ സ്ഥിരമാണ്. നടി ഉണ്ണിമേരി ഇഷ്ടമാണ്. തിരക്കുള്ള ബസ്സിൽ കയറി ഫ്രണ്ടിലാണ് നിൽക്കാറുള്ളൂ. പെമ്പിള്ളേരെ തോണ്ടലൊരു പതിവാണ്. അപ്പം എന്തായാലും ഇദ്ദേഹത്തെ ഓർക്കാൻ കാരണം കോഴിക്കോട് മലപ്പുറം മണ്ണിൽ നിന്നാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് മാമുക്കോയ്ക്കാൻ കേട്ടെ. എങ്കിലും നമ്മുടെ മണിച്ചേട്ടൻ പറഞ്ഞ പോലെ ഓടേണ്ട ഓടിത്തളരേണ്ട ഓമന പൂമുഖം വാടിടേണ്ട ഓമന പൂമുഖം ഓമന ചുണ്ടത്തി അപ്പൊ നമ്മുടെ നടേശൻ പറയണേ, നിങ്ങളിപ്പോ വായിച്ച വേദപുസ്തകത്തിലെ അത്തർമ്മനും ദുഷ്ടനും ശത്രുവും ഞാൻ തന്നെയാ. പേര് നടേശൻ. നിന്റെ മരണം കണ്ട് മനസ്സിന് പിടഞ്ഞേക്കുമ്പോ നിന്റെ മകനെ ഞാൻ കൊല്ലും. 2 കുപ്പി കള്ളിന്റെ പുറത്ത് കൊച്ചിയിലെ ലോക്കൽ ഗുണ്ടകൾ പറഞ്ഞ പോലെയല്ല. കൊല്ലുന്ന് പറഞ്ഞ നടേശൻ കൊന്നിരിക്കും. കളോ
കൊള്ളാങ്കി ആഞ്ഞൊരു കൈയടി. അപ്പൊ എന്തായാലും ഈ സിനിമയ്ക്ക് എല്ലാവരും ആശംസകൾ നേരുകയാണ്. അപ്പൊ നമ്മുടെ ജനാർദ്ദൻ ചേട്ടൻ പറഞ്ഞ പോലെ നല്ല സിനിമയാണ്. പ്രവീഷ കണ്ടു, ഗംഭീരം എന്ന് പറയാൻ ഗംഭീരം. കാരണം ഇതുപോലത്തെ ഒരു സിനിമ ഇനി മലയാളത്തിൽ വരില്ല. കാരണം എന്ന് വെച്ചാൽ ലഹരിക്കെതിരെ പോരാടുന്ന ഒരു സിനിമ തന്നെയാണ് ഇവർ ചിത്രീകരിച്ചിരിക്കുന്നത്. സെന്റിമെന്റ്സ് നല്ല വർക്കൗട്ടായി, നല്ല ഗംഭീര സിനിമ. കാരണം ഒരുപാട് കരഞ്ഞു പോയി പടത്തിൽ. കാരണം വെച്ചാൽ ഫുട്ബോൾ പ്രേമികൾക്ക് എന്താ പറയുക, ഫുട്ബോളിനെ സ്നേഹിക്കുന്ന ഇതിലെ നായകൻ എന്ന് തന്നെ പറയാം. ഇതിനി സെക്കൻഡ് നായകനാണ്. ഇനി കിട്ടത്തില്ല നമുക്ക്. കാരണം ഇനി വല്ല കയറോ എന്തെങ്കിലും ഇട്ട് പിടിച്ച് കെട്ടണം. കാരണം ഈ പടത്തിന് ശേഷം ഇങ്ങനെ ഇവിടെ നിന്നൊരു ഫോട്ടോ എടുക്കണമെങ്കിൽ ഇനി ക്യൂ നിൽക്കേണ്ടി വരും. ഇങ്ങനെ കണ്ടോ, നല്ല സിനിമ ആത്മാർത്ഥമായിട്ട് പറയാം. അപ്പൊ എന്തായാലും നമ്മുടെ വാഴ സിനിമ പോലെ തന്നെ ഇതൊരു ഹിറ്റ് തന്നെയാണ്, സിനിമ തന്നെയാണ്. അപ്പൊ ഞാൻ ഒരു ടീമിന് നന്ദി പറയുകയാണ്. എങ്ങനെ ഉണ്ടായിരുന്ന എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ? നല്ല എക്സ്പീരിയൻസ് ആണ്. സ്പോർട്സും ആക്ടിങ്ങും ഒക്കെ ഒരുപാട് കൂടെ കൊണ്ടെടുക്കുന്ന ഒരാളായോണ്ട് തന്നെ ലാസ്റ്റ് കരയിപ്പിച്ചു. എന്തായാലും കരയിപ്പിച്ചു. അതെ, എനിക്ക് പറയുകയാണെങ്കിൽ എനിക്ക് ഈ സിനിമ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ആദ്യമായിട്ടാണ് ഇത്ര എക്സ്പോഷർ തിയേറ്ററിൽ കിട്ടുന്നത്. അവസാനം ചെയ്ത പടങ്ങളിലൊക്കെ രജിസ്റ്റർ ആയതിന്റെ റോൾ എന്നാൽ പോലും ഇത്ര നിറഞ്ഞു നിന്നിട്ടില്ല. നല്ല സപ്പോർട്ട് ചെയ്യുന്ന നല്ല ഒരുപാട് വ്യക്തികളെ വരും. അഭിലാഷ് ചേട്ടൻ എന്നൊപ്പം പരിചയപ്പെട്ടതാണ്. തീർച്ചയായിട്ടും. അപ്പൊ എന്റെ ഒരു സപ്പോർട്ട് ഒന്നും ഉണ്ടാവും. അതെ, താങ്ക് യു. തീർച്ചയായിട്ടും ഈ സിനിമയ്ക്ക് കാരണം നല്ലൊരു സന്ദേശമാണ് നിങ്ങൾ കൊടുക്കുന്നത്. എന്തായാലും കാരണം സിനിമ കണ്ടവർക്ക് അറിയാം എന്താണെന്നുള്ളത് അല്ലേ? അപ്പൊ എന്തായാലും ഈ സ്കൂള് കോളേജ് തലത്തിലുള്ള കുട്ടികളൊക്കെ ഈ സിനിമ കാണണം. കാരണം വെച്ചാൽ ഇനി ഒരു ലഹരി ഉപയോഗിക്കില്ല എന്നൊരു തീരുമാനിക്കും. അതിനെതിരെയുള്ള ഒരു സിനിമ തന്നെയാണ്. ഫുട്ബോൾ പ്രേമികൾ ഓൾ ദി ബെസ്റ്റ്. അപ്പൊ എല്ലാവരും വന്ന് കാണുക സിനിമ. ഓക്കെ, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് അഖിൽ പ്രഭാകരൻ. എൻ്റെ ഏറ്റവും പുതിയ സിനിമയാണ് ബോളാഗോളം. ബോളാഗോളം എന്ന പേര് പോലെ തന്നെ ഒരു ഫുട്ബോൾ റിലേറ്റ് ചെയ്ത ഒരു മൂവിയാണ്. മലബാർ സൈഡിലെ ഒരു കഥ പറയുന്ന ഒരു നല്ലൊരു സിനിമയായിരിക്കും ഇത്. ഒരു ഫാമിലി അതുപോലെ തന്നെ ഫുട്ബോളൊക്കെ മിക്സപ്പ് ചെയ്ത ഒരു നല്ലൊരു എൻ്റർടൈനർ ആയിരിക്കും. എല്ലാത്തരം പ്രേക്ഷകരെയും സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു സിനിമയായിരിക്കും. അപ്പോൾ ഈ ജൂലൈ 3 പടം റിലീസ്. എല്ലാവരും തിയേറ്ററിൽ പോയി സിനിമ കാണണം, വിജയിപ്പിക്കണം. താങ്ക് യു. തീർച്ചയായിട്ടും. ഇത്തവണത്തെ ഫൈനൽ മത്സരത്തില് അർജന്റീന ബ്രസീലും വരിക എന്ന് വിചാരിക്കുക. അപ്പം ഇപ്പൊ ബ്രസീലിനായിട്ട് ഞാൻ ബ്രസീലിയൻ ആരാധകനാണ്. ഞാൻ ബ്രസീലിനെ ജയിപ്പിക്കുള്ളൂ. എന്തോ ഇന്ത്യ അടിച്ചോളും. ഇന്ത്യ പയ്യെ നമ്മൾ കളിക്കും, നമ്മൾ വളരും, നമ്മളെല്ലാ മേഖലയിലും വളരുന്നത് പോലെ. അതുകൊണ്ട് നമുക്ക് ആ ടോപ്പിക് അതുപോലെ തന്നെ ഷിഫ്റ്റ് ചെയ്ത് ഇന്ത്യയിലേക്ക് കൊണ്ടുവരാം. റോബിൻ സിംഗ് നല്ലൊരു പാസുമായി എന്തായാലും മുന്നിലേക്ക് നല്ലൊരു മുന്നേറ്റം തന്നെയാണ് സഹൽ അബ്ദുൽ സമദിലേക്ക് കൊടുക്കുന്നത്. ആൻഡ് നല്ലൊരു ഗോൾ അവിടെ പെനാൽറ്റി ഏരിയയിലേക്ക്. ആൻഡ് ദാറ്റ്സ് എ ഗോൾ. ഒരുപാട് വർഷത്തെ കാത്തിരിപ്പുമായി ചരിത്രമുറങ്ങുന്ന ഇന്ത്യൻ ഫുട്ബോൾ, ഭാരത ഫുട്ബോൾ മണ്ണിലേക്ക് ഒരു മികവുറ്റ വിജയവുമായി ലോക ഫുട്ബോളിന്റെ കനക കിരീടം വീണ്ടും ഒരിക്കൽ കൂടി നമ്മൾ ഏറ്റുവാങ്ങുകയാണ് ഇന്ത്യൻ ഫുട്ബോൾ ടീം.